അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഇതാ, ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 28 മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണ്. തന്റെ അധികാരത്തെ വെല്ലുവിളിച്ചവരെ സ്നാപയോഹന്നാനെ കുറിച്ചുള്ള സ്വന്തം ചോദ്യം ഉന്നയിച്ചുകൊണ്ട് നിശബ്ദരാക്കിയ ശേഷം യേശു കർത്താവ് പല ഉപമകൾ മുഖേന പരിസേയരോടും മഹാപുരോഹിതന്മാരോടും സംസാരിക്കുന്നതും 2 പുത്രന്മാരുടെ ഉപമ, മുന്തിരിത്തോട്ടക്കാരുടെ ഉപമ എന്നീ 2 ഉപമകൾ പറഞ്ഞുകൊണ്ട് കർത്താവ് ദൈവരാജ്യത്തിന്റെ സത്യങ്ങൾ ആഴത്തിൽ ബോധ്യപ്പെടുത്തുന്നു എന്നും കാണുന്നു. 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്ന ഉപമ ഒരു പിതാവിനും 2 പുത്രന്മാർക്കുമിടയിലെ സംഭവമാണ്. ആ പിതാവ് 1-ാമത്തെ മകന്റെ അടുക്കൽ ചെന്ന് ആ ദിവസം തന്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി ജോലി ചെയ്യൂ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ 1-ാമത്തെ മകൻ ആദ്യം തിരസ്കരിച്ചുവെങ്കിലും പിന്നീട് അനുതപിച്ച് ആ പിതാവിന്റെ ആജ്ഞ അനുസരിച്ചു. 2-ാമത്തവനോടും അതേ കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പോകാമെന്ന് വാക്കാൽ സമ്മതിച്ചിട്ടും അതനുസരിച്ച് പ്രവർത്തിച്ചില്ല. യേശു ഈ ചെറിയ ഉപമ ഉപസംഹരിച്ചത് മഹാപുരോഹിതന്മാരോടും മൂപ്പന്മാരോടും ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. ഈ 2 പുത്രന്മാരിൽ ആരാണ് പിതാവിന്റെ ഇഷ്ടം ചെയ്തത്? 1-ാമത്തവൻ എന്ന് അവർ ശരിയായി ഉത്തരം പറഞ്ഞു. ആദ്യം അനാദരവ് കാണിച്ചിട്ടും ആദ്യത്തെ മകൻ പിന്നീട് പിതാവിന്റെ ഇഷ്ടം ചെയ്തവനായിരുന്നു. തുടർന്ന് യേശു കർത്താവ് പറയുന്നത്, പൊതുജനം പാപികളായി മാത്രം കണക്കാക്കിയ ചുങ്കക്കാരും വേശ്യമാരും അനുദപിച്ച് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ ആത്മീയമായി ധാർമ്മികരാണെന്ന് തോന്നുന്ന പരീശന്മാരും മഹാപുരോഹിതന്മാരും ദൈവരാജ്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നതായിരിക്കും എന്നുമാണ്. യോഹന്നാൻ സ്നാപകന്റെ മാനസാന്തര സന്ദേശം യഹൂദ മത നേതൃത്വം നിരസിച്ചപ്പോൾ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു. എന്നാൽ അനുദപിക്കാത്ത യഹൂദ മതാനുസാരികളുടെ ദൈവജനമാണെന്ന അവകാശവാദം വെറുതെയാകുമെന്ന് കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നു. കർത്താവ് പറഞ്ഞ ഈ ഉപമയിലെ ആദ്യ പുത്രൻ ചുങ്കക്കാരെയും വേശ്യകളെയും പ്രതിനിധാനം ചെയ്യുന്നു. ചുങ്കക്കാർ റോമാ സാമ്രാജ്യത്തിനു വേണ്ടി ജോലി ചെയ്യുകയും അവർ യഹൂദന്മാരെ അടിച്ചമർത്തുന്നതിൽ നിന്ന് പ്രയോജനം നേടുകയും ചെയ്തു. ഈ സുവിശേഷത്തിന്റെ രചയിതാവായ യേശുവിന്റെ ശിഷ്യനായ മത്തായി തന്നെ മാനസാന്തരപ്പെടും മുമ്പ് ഒരു ചുങ്കക്കാരനായിരുന്നു എന്ന് മത്തായി സുവിശേഷം 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം വായിച്ചു. ദൈവജനത്തിന്റെ വഞ്ചകരായി ചുങ്കക്കാരെ യഹൂദ പുരോഹിതന്മാരും മൂപ്പന്മാരും വീക്ഷിച്ചിരുന്നത് പോലെ തന്നെയാണ് മറ്റുള്ളവരുമായുള്ള പാപത്തിലൂടെ ഉപജീവനമാർഗം തേടുന്ന ജീവിതശൈലി കാരണം വേശ്യകളെയും അവർ പുച്ഛിച്ചിരുന്നത്. എന്നിരുന്നാലും സ്നാപയോഹന്നാനിൽ നിന്നും യേശുവിൽ നിന്നും സുവിശേഷ സന്ദേശം കേട്ടപ്പോൾ പശ്ചാത്തപിച്ചവരിൽ മഹാഭൂരിപക്ഷവും യഹൂദ മതാനുസാരികളായിരുന്നില്ല, മറിച്ച് ചുങ്കക്കാരും വേശ്യകളും മറ്റു പാപികളുമായിരുന്നു. ഈ ഉപമയിലെ പിതാവ് ദൈവത്തെയും മുന്തിരിത്തോട്ടം ദൈവരാജ്യത്തെയും പ്രതിനിധീകരിക്കുന്നു. അതേസമയം ഈ ഉപമയിലെ 2-ാമത്തെ പുത്രൻ യഹൂദ മത നേതാക്കളെ പ്രതിനിധീകരിക്കുന്നു. ആ പുത്രൻ ബഹുമാനം നടിക്കുകയും അനുസരിക്കാമെന്ന് പിതാവിനോട് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. പക്ഷേ പിതാവിന്റെ ഹിതം പോലെ ചെയ്യാൻ പോയില്ല. പുരോഹിതന്മാരും മൂപ്പന്മാരും കർത്താവ് ഈ ഉപമയിൽ 2-ാമത്തെ പുത്രൻ പറഞ്ഞതുപോലെ തങ്ങളുടെ വാക്കുകളാൽ ദൈവത്തെ ബഹുമാനിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നുവെന്ന് അവകാശപ്പെട്ടു. പക്ഷേ അവരുടെ മനസ്സിലും പ്രവൃത്തികളിലും ദൈവഹിതം നിറവേറ്റിയില്ല. എന്തെന്നാൽ ഈ ജനം വാക്കുകൾ കൊണ്ട് അടുത്തുവരുന്നു, അധരം കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവർ തങ്ങളുടെ ഹൃദയങ്ങളെ എന്നിൽ നിന്ന് അകറ്റുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനപ്പാടമാക്കിയ പാരമ്പര്യമാണ് എന്ന് യെശയ്യാപ്രവചനം 29-13 വാക്യത്തിൽ പറയുന്നത് പോലെ തന്നെ യഹൂദ മത നേതൃത്വം ദൈവത്തിൽ നിന്നും ദൈവരാജ്യത്തിൽ നിന്നും അകലെ ആയിരുന്നു എന്ന് കർത്താവ് ഈ ഉപമയിലൂടെ വ്യക്തമാക്കി. ഈ ഉപമ അവസാനിപ്പിക്കുമ്പോൾ യേശു കർത്താവ് യഹൂദ നേതാക്കളോട് പറഞ്ഞത്, യോഹന്നാൻ സ്നാപകൻ നീതിയുടെ മാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു, പക്ഷെ നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനെ വിശ്വസിച്ചു. ഇങ്ങനെ പാപികൾ മാനസാന്തരപ്പെടുന്നത് കണ്ടതിനു ശേഷവും യോഹന്നാൻ സ്നാപകനെ വിശ്വസിക്കാൻ തക്കവണ്ണം നിങ്ങൾ പിന്നീട് പശ്ചാത്തപിച്ചില്ല എന്നാണ്. അനുദപിക്കാത്ത ഈ മതനേതാക്കളോട് യേശു ചൂണ്ടിക്കാട്ടിയ ദുഃഖകരമായ വസ്തുത അവർ ഇപ്പോഴും മാനസാന്തരപ്പെടാൻ വിസമ്മതിക്കുന്നു എന്നതാണ്. മറ്റു പാപികൾ ചെയ്യുന്നത് പോലെ അനുദപിച്ച് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് പകരം അവർ ഇപ്പോഴും അതിന് പുറത്താണ് എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. 33 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ തന്റെ ഭൂമിയിൽ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്ന ഒരു വീട്ടുടമസ്ഥന്റെ ഉപമ യേശു പറയുന്നു. താൻ ഇല്ലാത്ത സമയത്ത് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യാൻ അവൻ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പോകുന്നു.
വിളവെടുപ്പ് കാലമായപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമ വിളവ് ശേഖരിക്കാൻ ചില ദാസന്മാരെ അയക്കുന്നു. എന്നാൽ വീട്ടുടമസ്ഥന് തന്റെ വിഹിതം നൽകുന്നതിന് പകരം മുന്തിരിത്തോട്ടത്തിലെ കുടിയാന്മാർ അവരെ അടിച്ചു കൊല്ലുന്നു. ഇങ്ങനെ അനേക ദാസന്മാരെ അയച്ചിട്ടും എല്ലാവരെയും ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ഭൂവുടമ സ്വന്തം മകനെ അയക്കുമ്പോൾ മകനോടും അവർ അങ്ങനെ തന്നെ ചെയ്യുന്നു. ഭൂവുടമ മടങ്ങി വരുമ്പോൾ ദുഷ്ടരായ മുന്തിരിത്തോട്ടക്കാർക്ക് എന്ത് സംഭവിക്കുമെന്ന് യേശു പുരോഹിതന്മാരോടും മൂപ്പന്മാരോടും ചോദിക്കുന്നു. ഉടമ അവരെ ഒരു ദാരുണമായ അന്ത്യത്തിലേക്ക് നയിക്കുമെന്നും യഥാസമയം ഫലം കൊടുക്കുന്ന മറ്റു കുടിയാന്മാർക്ക് മുന്തിരിത്തോട്ടം വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യും എന്ന് അവർ മറുപടി നൽകി. യേശുവിന്റെ മുന്തിരിത്തോട്ടക്കാരുടെ ഉപമയിൽ വീട്ടുടമസ്ഥൻ എന്നത് ദൈവത്തെ പ്രതിനിധീകരിക്കുന്നു. മുന്തിരിത്തോട്ടം എന്നത് ഇസ്രായേൽ ജനത്തെയും അതിന് വേലി കെട്ടി എന്നത് ദൈവത്തിന്റെ ശക്തിയാലുള്ള സംരക്ഷണത്തെയും, ഗോപുരം എന്നത് ജെറുസലേം ദേവാലയത്തെയും, ചക്ക് എന്നത് യാഗപീഠത്തെയും പ്രതിനിധീകരിക്കുന്നു. മുന്തിരി കർഷകരായ കുടിയാന്മാർ എന്നത് സദൂക്യരും പരീശന്മാരും ഉൾപ്പെടെയുള്ള ഇസ്രയേലിലെ മതനേതാക്കളെയും, വിളവ് വാങ്ങാൻ ഭൂവുടമ അയച്ച ദാസന്മാർ എന്നത് യോഹന്നാൻ സ്നാപകൻ വരെയുള്ള സകല പ്രവാചകന്മാരെയും പ്രതിനിധീകരിക്കുന്നു. ഭൂവുടമയുടെ മകൻ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു. മുന്തിരി കർഷകരെ കുറിച്ചുള്ള യേശുവിന്റെ ഉപമ യേശയ്യാ പ്രവാചകനും അതുപോലെ തന്നെ പരാമർശിച്ചിരിക്കുന്നതായി നാം യേശയ്യാ പ്രവചനം 5-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. യേശയ്യാ പ്രവചനം 5-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിൽ, ഞാൻ എന്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ട് പാടും. എന്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിൽ ഒരു ഗോപുരം പണിതു. ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ എന്ന് നാം വായിക്കുന്നു. ഇസ്രയേൽ ഒരു ജനതയായി സ്വയം രൂപപ്പെട്ടതല്ല, മറിച്ച് ഒരു മുന്തിരിത്തോട്ടം പോലെ ദൈവം ഇസ്രായേൽ മക്കളെ തിരഞ്ഞെടുത്ത് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ച് കൊണ്ടുവന്ന് അബ്രഹാമിന് വാഗ്ദാനം ചെയ്ത ദേശത്ത് ഒരു ജനതയായി സ്ഥാപിച്ചതാണ്. കൽപ്പനകൾ പാലിക്കുകയും ദൈവത്തിന്റെ വഴികളിൽ നടക്കുകയും ചെയ്താൽ ദൈവം അനുഗ്രഹിക്കുമെന്നും ജാതികളുടെ ഇടയിൽ അവർ അഭിവൃദ്ധി പ്രാപിക്കുമെന്നും മോശയിലൂടെ കർത്താവ് അവർക്ക് വാഗ്ദാനം ചെയ്തു എന്ന് ആവർത്തനം 28-ാം അധ്യായം 9-ാം വാക്യവും പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലും നാം കാണുന്നു. അതുപോലെ ദൈവകൽപ്പനകൾ പാലിക്കുന്നതിനായി ഇസ്രായേൽ ജനം ദൈവവുമായ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടാൻ സമ്മതിച്ചത് ഈ ഉപമയിലെ കുടിയാന്മാർ ഉടമയുമായി ഉണ്ടാക്കിയ പാട്ടത്തിന്റെ കരാറിന് സമാനമാണെന്ന് മനസ്സിലാക്കാം. ഉപമയിലെ മുന്തിരിത്തോട്ടക്കാരെ പോലെ ഇസ്രായേൽ ജനം ദൈവം അയച്ച സകല പ്രവാചകന്മാരെയും കൈക്കൊള്ളാതെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്തു. 37-ാം വാക്യത്തിൽ ഉപമയിലെ ആ ഉടമ തന്റെ സ്വന്തം പുത്രനെ ദുഷ്ടരായ കുടിയാന്മാർക്കിടയിലേക്ക് അയക്കുന്നു എന്ന സാദൃശ്യത്തിൽ ദൈവം തന്റെ സ്വന്തം പുത്രനെ തന്നെ ഒടുവിൽ അനുസരണമില്ലാത്ത യഹൂദർക്കിടയിലേക്ക് അയച്ചു എന്ന വസ്തുതയാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അനുസരണയില്ലാത്ത യഹൂദർക്കിടയിലേക്ക് അയച്ച വസ്തുത ഇവിടെ കർത്താവ് പറയുന്നത് തന്നെക്കുറിച്ച് തന്നെയാണ് എന്ന് വ്യക്തമാണ്. ഉപമയിൽ ഭൂവുടമയുടെ മകനെ കുടിയാന്മാർ കൊല്ലും എന്നത് പുരോഹിതന്മാരും മൂപ്പന്മാരും തന്നെ കൊല്ലും എന്ന് കർത്താവ് പ്രവചിക്കുന്നതാണ് എന്ന് വ്യക്തമാണ്. ഭൂവുടമയുടെ മകനെ കൊന്നവരോട് ആ ഉടമ എന്തു ചെയ്യുന്നത് ഉചിതമായിരിക്കുമെന്ന് വിവരിക്കുന്നതിൽ യഹൂദ നേതാക്കൾ സ്വന്തം വിധി തന്നെ പ്രഖ്യാപിക്കുന്നതായിരുന്നു. തുടർന്നുള്ള ഭാഗത്ത് ആ ദുഷ്ടരായ കുടിയാന്മാരെ പോലെ തന്നെയാണ് യഹൂദ നേതാക്കളെന്നും ദൈവത്തിന്റെ പ്രവാചകന്മാരെയും സ്വന്തം പുത്രനെയും തള്ളിക്കളഞ്ഞ യഹൂദർക്ക് ഉപമയിലെ പോലെ തന്നെ ദൈവത്തിന്റെ ന്യായവിധി വരുമെന്നാണ് യേശുക്രിസ്തു വ്യക്തമാക്കുന്നത്. 42 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ ദുഷ്ടരായ മുന്തിരിത്തോട്ടത്തിലെ കുടിയാന്മാരെ ഭൂവുടമ എങ്ങനെ നേരിടുമെന്നതിനെ കുറിച്ചുള്ള സദൂക്യരുടെയും പരീശന്മാരുടെയും പ്രതികരണത്തെ തുടർന്ന് സങ്കീർത്തനങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യത്തിലൂടെയും യേശു തുടർന്ന് പറയുന്നത് യഹൂദർ തള്ളിക്കളഞ്ഞ യേശുക്രിസ്തു തന്നെയാണ് ദൈവരാജ്യത്തിന്റെ അടിസ്ഥാനം എന്ന വലിയ സത്യമാണ്. അതിനാൽ തന്നെ ദൈവം തന്റെ രാജ്യത്തിൽ അവരുടെ സ്ഥാനം അവരിൽ നിന്ന് എടുത്തു കളയുകയും പൊടി പോലെ അവരെ ചിതറിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് തന്റെ ശാസന അവസാനിപ്പിക്കുന്നത്. യേശു കർത്താവ് യഹൂദ മതപുരോഹിതരോട് നിങ്ങൾ തിരുവെഴുത്തുകൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഉദ്ധരിക്കുന്നത് സങ്കീർത്തനങ്ങൾ 118-ാം അധ്യായം 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന തിരുവെഴുത്ത് യഹൂദർ എന്ന വീട് പണിക്കാർ, അതായത് പുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവർ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മിശിഹായെ തന്നെ നിരാകരിക്കുന്നത് സൂചിപ്പിക്കുന്നു. ക്രിസ്തു മൂലക്കല്ല് ആകുന്നു. മൂലക്കല്ല് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തന്നെക്കുറിച്ച് തന്നെയാണ്. യഹൂദന്മാർ തള്ളിപ്പറഞ്ഞെങ്കിലും ക്രിസ്തു ദൈവരാജ്യത്തിൽ മൂലക്കല്ലാണെന്ന സത്യം ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടുന്നു. പുരോഹിതന്മാരും മൂപ്പന്മാരും തള്ളിക്കളഞ്ഞുവെങ്കിലും ദൈവരാജ്യമാകുന്ന കെട്ടിടത്തിന്റെ പ്രധാന മൂലക്കല്ലായി യേശു കർത്താവ് എന്നേക്കും തുടരുമെന്നും യഥാർത്ഥ ഇസ്രായേല്യരായ
ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ തലയും അടിസ്ഥാനവും കർത്താവ് തന്നെ ആയിരിക്കും എന്നും വ്യക്തമാക്കുന്നു. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, യേശുവിനെ മിശിഹായായി അവർ സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞത് സങ്കീർത്തനം 118 മിശിഹാ പ്രവചനം നിറവേറ്റാൻ കാരണമായി എന്നതാണ്. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മിശിഹായെ സ്വന്തം ജനം തള്ളിക്കളഞ്ഞതും ആ തിരസ്കരണത്തിലൂടെ യഹൂദരല്ലാത്ത ജാതികളെ ഇസ്രയേൽ എന്ന വൃക്ഷത്തിലേക്ക് ഒട്ടിച്ചു ചേർക്കാൻ അനുവദിച്ച കർത്താവിന്റെ പ്രവൃത്തി അത്ഭുതകരമാണെന്നും സൂചിപ്പിക്കുന്നു. മിശിഹായുടെ അഥവാ ക്രിസ്തുവിന്റെ രാജ്യത്തിൽ വിജാതീയരും അവകാശികളാകുമെന്നത് അക്കാലത്ത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരവും അമ്പരപ്പിക്കുന്നതുമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 11 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന തിരുവെഴുത്തിലൂടെ സ്വന്തം ജനമായ ഇസ്രയേൽ കൈക്കൊള്ളാതെ തള്ളിക്കളഞ്ഞ ക്രിസ്തുവിനെ ഏത് ജാതിയിലുമുള്ളവർക്ക് കൈക്കൊണ്ട് ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്ത ദൈവത്തിന്റെ ജ്ഞാനം, കൃപ, കരുണ, ശക്തി, വിശ്വസ്തത എന്നിവയുടെ അത്ഭുതകരമായ പ്രവൃത്തി വ്യക്തമാക്കുന്നു. യെശയ്യാ പ്രവചനം 28-ാം അധ്യായം 16-ാം വാക്യത്തിൽ, അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല എന്ന തിരുവെഴുത്തിലും ദൈവരാജ്യത്തിന്റെ അടിസ്ഥാന മൂലക്കല്ലായി ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്നതായി കാണാം. യേശു കർത്താവ് തുടർന്നും പറയുന്നത് ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജനത്തിന് കൊടുക്കും എന്നതാണ്. ഇതിന്റെ അർത്ഥം ഇസ്രായേൽ ജനം വിശ്വസ്തരാകാത്തതിനാൽ ദൈവരാജ്യം പുതിയ ജനതയ്ക്ക്, അതായത് ജാതികൾക്ക് നൽകപ്പെടും എന്നതാണ്. ദൈവരാജ്യത്തിന്റെ ഫലമായ മാനസാന്തരം, വിശ്വാസം, അനുസരണം എന്നിവയൊന്നുമില്ലാതെ ആരും ഈ രാജ്യത്തിൽ ഉണ്ടാവില്ല എന്നും കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നു. 44-ാം വാക്യത്തിൽ, ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും, അത് ആരുടെ മേൽ വീണാലും അവനെ പൊടിപടലമാക്കും എന്ന് കർത്താവ് പറയുന്നത് തന്നെക്കുറിച്ചുള്ള യെശയ്യാ പ്രവചനത്തിൽ നിന്നാണ് എന്ന് വ്യക്തമാണ്. യെശയ്യാ പ്രവചനം 8-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ, എന്നാൽ അവനൊരു വിശുദ്ധ മന്ദിരമായിരിക്കും, എങ്കിലും ഇസ്രായേൽ ഗൃഹത്തിന് രണ്ടിനും അവനൊരു ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും യെരൂശലേം നിവാസികൾക്കൊരു കുടുക്കും കണിയുമായിരിക്കും. പലരും അതിന്മേൽ തട്ടി വീണ് തകർന്നു പോവുകയും കണിയിൽ കുടുങ്ങി പിടിപ്പെടുകയും ചെയ്യും എന്ന് കർത്താവിനെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്നു. ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും എന്നതുകൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിക്കാതെ തള്ളിക്കളയുന്നവർ തങ്ങളുടെ അഹങ്കാരത്താലും അവിശ്വാസത്താലും ക്രിസ്തു എന്ന ഇടർച്ചക്കല്ലിൽ തട്ടി ഇടറി വീഴുമെന്നും ആത്മീയമായി തകർന്നു പോകുകയും നിത്യനാശം അനുഭവിക്കുകയും ചെയ്യും എന്നതിനെ സൂചിപ്പിക്കുന്നു. അത് ആരുടെ മേലെങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കും എന്നതുകൊണ്ട് ക്രിസ്തുവിനെ നിരസിച്ച് അവിശ്വാസത്താൽ കൃപയുടെ അവസരം നഷ്ടപ്പെടുത്തിയവർ ന്യായവിധി ദിവസം പരിപൂർണ നാശത്തിന് വിധേയരാകും എന്നും കർത്താവ് ന്യായവിധി ചെയ്യുന്ന വേളയിൽ അവർക്ക് രക്ഷയില്ല എന്നും മുന്നറിയിപ്പ് നൽകുന്നു. അതായത് യേശുവിനെ സ്വീകരിക്കാത്തവർ ദൈവത്തിന്റെ ന്യായവിധിയിൽ ഒരു വലിയ തിരിക്കല്ല് ഒരു ചെറിയ മൺപാത്രത്തിൽ വീഴുമ്പോൾ അതിനെ പൊടിയാക്കി തകർത്ത് കളയുന്നത് പോലെ ന്യായവിധി ദിവസത്തിൽ എല്ലാ അവിശ്വാസികളുടെയും മേൽ വരാനിരിക്കുന്ന കഠിനമായ ദൈവകോപത്തെ കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നു. 45 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് പറഞ്ഞ ഈ കാര്യങ്ങൾ തങ്ങളെക്കുറിച്ച് തന്നെയാണെന്ന് മനസ്സിലാക്കിയ മഹാപുരോഹിതന്മാരും പരീശന്മാരും കോപാകുലരായി ദേവാലയത്തിൽ വെച്ച് തങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതിന് യേശുവിനെ പിടികൂടാൻ ആഗ്രഹിച്ചുവെങ്കിലും യേശുവിനെ ഒരു പ്രവാചകനായി കരുതിയിരുന്ന ഒരു വലിയ ആൾക്കൂട്ടത്തെ ഭയന്നതുകൊണ്ട് അവർ അങ്ങനെ ചെയ്തില്ല എന്ന് വായിക്കുന്നു. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.